പിന്നെ നമുക്ക് കുറച്ച് ഉണക്കമീനാണേ. ഞാനത് നമുക്ക് കട്ട് ചെയ്തൊക്കെ എടുക്കണേണ്. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൽ നല്ല ഈ ഉള്ളി മുളകിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് പിടിക്കും. മുഴുവത്തൊട്ടിട്ട് അത് അത്ര സുഖമല്ല. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാവേ. ചെറിയ പണിയാണ്, എന്നാലും ഇന്നലെ ലൈവിൽ ആരോ പറയുന്നുണ്ടായിരുന്നു ഉണക്കമീൻ്റെ കാര്യം. പിന്നെ ഒന്ന് കാണിച്ചേക്കാമെന്ന് കരുതി. അപ്പോൾ ഇതായിട്ട് നമ്മുടെ ഉണക്കമീൻ കഴുകി വെള്ളം പോകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ചേ ഉള്ളൂ, 2 പാക്കറ്റ് ഉണക്കമീനാണിത്, ഒരു ഇത്തിരിയേ ഉള്ളൂ. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇടിച്ച മുളകും ഉള്ളിയും കൂടി ചതച്ചെടുക്കണം. ഇതിൽ ഉപ്പ് ചേർക്കരുത്, കാരണം ഓൾറെഡി ഉണക്കമീനിൽ ഉപ്പ് ഉണ്ടാകും. ഇത് നോക്കിയിട്ട് മാത്രം ഉപ്പിട്ടാൽ മതിയേ. ഇതൊന്ന് ചതച്ചെടുത്തോണ്ട് വരാം. ഉണക്കമീൻ വറുക്കാൻ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കണത്. വെളിച്ചെണ്ണയെന്ന് പ്രത്യേകം പറയണത് ഇപ്പോൾ വില കൂടിയത് കാരണം ചിലതിനെല്ലാം നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇത് മുരിയട്ടെ. ഉണക്കമീൻ മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കോരി മാറ്റാം. ആ എണ്ണയിലേക്ക് തന്നെ ഉള്ളിമുളക് ഇടിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിമുളക് മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് തിന്നണമെങ്കിൽ. എനിക്ക് വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ ഞാനിത് മാത്രം കുത്തി ചോറ് തിന്നും. ചാറൊന്നും വേണമെന്നില്ല എനിക്ക്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിമുളക് സെറ്റായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഈ വറുത്ത് വെച്ച് ഉണക്കമീനിട്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കിയപ്പോൾ നല്ല ഉപ്പുണ്ട് ഉണക്കമീൻ. അപ്പോൾ ഇത് രണ്ടും കൂടി കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉപ്പ് അതിലേക്ക് പിടിച്ചോളൂ ഉള്ളിമുളകിലും. ചിലവർ ഇതിലൊരു തുള്ളി വിനാഗിരി ഒഴിക്കും കേട്ടോ, പക്ഷെ ഞാൻ ഒഴിക്കാറില്ല. കഴിഞ്ഞു. ഇതാണ് നമ്മുടെ കൊച്ചിക്കാരുടെ ഉണക്കമീൻ ഉള്ളിമുളക് ഇട്ടത്. ഞാൻ എൻ്റെ